നമസ്കാരം, ഞാൻ വീണ്ടും ബൈജു നായർ. എൻ്റെ കൂടെയുള്ളത് വീണ്ടും ഫോഴ്സ് ട്രാവലർ എൻ. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് വീണ്ടും ഫോഴ്സ് ട്രാവലർ എൻ എന്ന് ഞാൻ പറയാൻ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. കഴിഞ്ഞ ഒരു 10 ദിവസത്തിനുള്ളിലാണ് നമ്മൾ ഏറ്റവും പുതിയ ഫോഴ്സ് ട്രാവലർ എൻ നമ്മുടെ പ്രോഗ്രാമിൽ കൊണ്ടുവന്നത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന രണ്ട് വ്യത്യസ്ത കോൺഫിഗറേഷനുള്ള ഫോഴ്സ് ട്രാവലേഴ്സാണ്. ഒന്ന് ഈ കാണുന്ന 25 സീറ്ററാണ്, മറ്റൊന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു, അത് 12 സീറ്ററാണ്. ഈ 12 സീറ്റർ എന്ന് പറയുന്നത് വളരെ സ്വകാര്യമായ യാത്രകൾക്ക് എല്ലാവരും ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. തന്നെയല്ല, ഈ 12 സീറ്ററിൻ്റെ ഉള്ളിൽ 12 ലക്ഷം രൂപയൊക്കെ മുടക്കിയാണ് ഇപ്പോൾ പുഷ് ബാക്ക് സീറ്റൊക്കെ കൊണ്ടുവരുന്നത്. അതിൻ്റെ മറ്റൊരു തമാശ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 12 സീറ്റിലും പുഷ് ബാക്ക് കമ്പനിയായിട്ട് തന്നെ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അതൊന്നും പോരാ. ആൾക്കാർക്ക് അതിലൊക്കെ വളരെ ഗംഭീരമായ പുഷ് ബാക്ക് വേണം. അതായത് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നിവരുകയും ചെരിയുകയൊക്കെ ചെയ്യുന്ന സീറ്റ് വേണമെന്നുള്ളതുകൊണ്ട് തന്നെ പലരും ആ വാഹനം വാങ്ങിച്ച് വീണ്ടും 10-15 ലക്ഷം രൂപ മുടക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യയിലൊക്കെ ഗംഭീരമായിട്ട് ചെയ്ത അത്തരം സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ധാരാളം ട്രാവലുകൾ 12 സീറ്ററുണ്ട്. പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇതിനൊരു ബസ്സായിട്ടങ്ങ് പ്രഖ്യാപിക്കരുതോ എന്നുള്ള കാര്യമാണ്. കാരണം അത്രയും വലിപ്പമുണ്ട്, 25 പേർക്ക് സുഖമായിട്ട് സഞ്ചരിക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ AC മോഡലാണ്. ഞാൻ പറഞ്ഞ പോലെ 12 സീറ്റർ ഇപ്പോൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിലടക്കം നമ്മൾ കഴിഞ്ഞ തവണ ഫോഴ്സ് ട്രാവലറിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും പുതുതായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതായത് കുറച്ച് പ്രിമിറ്റീവ് ഒരു രീതിയായിരുന്നു ഇത്രയും കാലം ഫോഴ്സ് ട്രാവലറിനെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ഫീഡ്ബാക്കുകൾ എടുത്തിട്ട് ഗംഭീരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ ഫോഴ്സ് ട്രാവലർ എൻ എന്നുള്ള പേര് വന്നിരിക്കുന്ന ഈ പുതിയ മോഡലുകൾ. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ഫോഴ്സ് ട്രാവലർ ഇനിമേൽ ഉണ്ടാകില്ല. ഇനിമേൽ എൻ എന്ന് പറയുന്ന ഏറ്റവും ആധുനികമായ ഈ ഒരു മോഡലേ ഉള്ളൂ. അതിൽ LED ലൈറ്റുകൾ തുടങ്ങി ധാരാളം പ്രത്യേകതകൾ വന്നിട്ടുണ്ട്. തന്നെയല്ല, ഇൻറ്റീരിയറിലാണെങ്കിലും നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതാണ്, വിനൈൽ ഫ്ലോറിങ് പോലുള്ള കാര്യങ്ങളൊക്കെ നല്ല നല്ല ക്വാളിറ്റിയുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ പ്രധാനമായും വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഈ ഫൈബറായിരുന്ന ഈ ഒരു പാർട്സൊക്കെ മാറ്റിയിട്ട് അതെല്ലാം മെറ്റലാക്കിയതുകൊണ്ട് തന്നെ എൻജിൻ ചൂടൊക്കെ വന്നു കഴിഞ്ഞാലും ഫൈബർ പാർട്ട് വളയുന്ന പ്രശ്നങ്ങളോ അത്തരം പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എന്തായാലും മുൻഭാഗത്ത് ഗ്രില്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റം വന്ന് കുറച്ചുകൂടെ ഭംഗിയുള്ളൊരു മുഖഭാവം എന്തായാലും ഈ ഒരു വാഹനത്തിന് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ല ഒരു LED ഫോഗ് ലാമ്പ് വന്നു. ഫോഗ് ലാമ്പൊക്കെ ഇതിന് ഏറ്റവും ആവശ്യമാണ്. കാരണം എപ്പോഴും മൂന്നാറ് കൊടൈക്കനാൽ ഇങ്ങനെയൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഏതൊരു സമയത്ത്, അതുകൊണ്ട് തന്നെ അത് ആവശ്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ ഫോഴ്സിൻ്റെ വലിയ ലോഗോയും ഫോഴ്സിൻ്റെ ബാഡ്ജിങ്ങൊക്കെയാണ് നമ്മൾ കാണുന്നത്. മുൻഭാഗത്ത് ഈ ഒരു കട്ടുകളും ഗ്രീസുകളും ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് ഷീറ്റ് മെറ്റലിൻ്റെ ഭാഗങ്ങളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ബേസിക് രൂപം നമ്മൾ സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ ഫോഴ്സ് ട്രാവലറിൻ്റെ കാര്യത്തിൽ മറ്റു മാറ്റമൊന്നും തോന്നുന്നില്ലെങ്കിൽ പോലും അത്തരം കാര്യങ്ങളിലൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴും വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഗ്രാഫിക്സ് ഒക്കെ പുതുതായിട്ട് ആഡ് ചെയ്ത് വന്നു. അവിടെ ട്രാവലർ എന്നുള്ള ആ ഒരു ഗ്രാഫിക്സ് വന്നു. ഇവിടെ ഇങ്ങനെ ഒരു എയർ ഇൻടേക്ക് വന്നു. ഒരു വലിയ പ്രശ്നമായിരുന്നു നേരത്തെ ഈ ഇതിൻ്റെ എയർ ഇൻടേക്ക് താഴേക്കായിരുന്നു, അപ്പോൾ പൊടി കയറുമായിരുന്നു എഞ്ചിനിലേക്ക്. പക്ഷേ ഇപ്പോൾ അത് മുകളിലേക്കാക്കി. അതുകൊണ്ട് തന്നെ ഫ്രഷ് എയർ കൂടുതൽ കയറുന്നുണ്ടെന്നാണ് കമ്പനി പറയുന്നത്. ടേൺ ഇൻഡിക്കേറ്ററും ഇവിടെ തന്നെ കൊടുത്തിരിക്കുന്നു. ഇതിനെ ബസ്സായിട്ട് തന്നെ നമുക്ക് പ്രഖ്യാപിക്കരുതോ എന്ന് പറയാൻ മറ്റൊരു കാര്യം, പിൻഭാഗത്ത് കണ്ടല്ലോ 2 ടയർ വീതം കൊടുത്തിട്ടുണ്ട്. പൊതുവേ നമ്മൾ വലിയ ട്രക്കുകളിലും മറ്റും കാണുന്ന കാര്യമാണ്. എന്തായാലും ഇതിൻ്റെ കാര്യത്തിൽ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രാസുഖം കൂടിയിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. വലിയ ഗ്ലാസ് ഏരിയ, അതാണ് ഈ ഫോഴ്സ് ട്രാവലറിൻ്റെ മറ്റൊരു പ്രത്യേകത. എപ്പോഴും നമ്മൾ വിനോദയാത്രയൊക്കെ പോകുമ്പോൾ ഗംഭീരമായ കാഴ്ചകൾ കണ്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, പുതിയ ഗ്രാഫിക്സ് ഒക്കെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. അതും കടന്ന് പിന്നിലേക്ക് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ കണ്ട അതേ മാറ്റങ്ങൾ ഈ ഒരു ടെയിൽ ലാമ്പിലും വന്നിട്ടുണ്ട്. വലിയ ടെയിൽ ലാമ്പ് വന്നു, അതിലും കുറേ എലമെൻറ്റ്സ് ഒക്കെ മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ ബമ്പറിൻ്റെ ഭാഗത്തും മാറ്റം വന്നു. പിന്നെ ഈവൻ ഡോർ ഹാൻഡിൽ പോലും വളരെ ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അത് നമ്മൾ തുറക്കുമ്പോൾ വളരെ ഗംഭീരമായ ഒരു ഉൾഭാഗം കാണാം. ഞാൻ ഇതാണ് പറഞ്ഞത്, പുതിയ വിനൈൽ ഫ്ലോറിങ് വന്നു എന്ന് പറഞ്ഞത്. അതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഫ്ലോറിങ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. സ്പേസ് ഉണ്ടോ, ശരിക്കും ഒരു ബസ്. അതാണ് ഉൾഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം. എന്തായാലും ഉൾഭാഗത്തേക്ക് ആ നിർമ്മാണ നിലവാരം തീർച്ചയായിട്ടും നമുക്ക് ബോധ്യപ്പെടും. പിന്നെ എപ്പോഴും ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ തന്നെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കണമെങ്കിലും ഇത്ര ഹൈറ്റിൽ സീറ്റ് ഇരിക്കുന്നുണ്ട്, നമുക്ക് ഇടയ്ക്കൊക്കെ ചെറിയ ബാഗുകളൊക്കെ വയ്ക്കാം. അങ്ങനെ ആ ഒരു പ്രശ്നം പരിഹരിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സ്റ്റീരിയറിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ തവണ കണ്ട അതേ വാഹനത്തിൻ്റെ മാറ്റങ്ങൾ തന്നെയാണ് കണ്ടത്. ഇനി നമുക്ക് ഇൻറ്റീരിയറിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ നോക്കാം. ഇൻറ്റീരിയറിലെ മാറ്റങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫീഡ്ബാക്ക് എടുത്തുള്ള മാറ്റങ്ങളായതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാകുന്നത് സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുന്നവർക്കായിരിക്കും. അവർക്ക് പെട്ടെന്നുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുമായിരിക്കും. എന്തായാലും ഇൻറ്റീരിയർ കാണാം. അപ്പോൾ എന്തായാലും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരുടെ പ്രധാനപ്പെട്ട ഒരു പരാതിയായിരുന്നു ഈ ഡോർ ഹാൻഡിൽ
എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അടയോ തുറക്കുകയോ ഒന്നുമില്ലായിരുന്നു. വളരെ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലായിരുന്നു. അത് പക്ഷേ ഇപ്പോൾ വളരെ എളുപ്പത്തിലായി. അതുപോലെ തന്നെയായിരുന്നു ഫുഡ് സ്റ്റെപ്പിൻ്റെ കാര്യം. ഫുഡ് സ്റ്റെപ്പും വേണ്ടത്ര നിലവാരം ഉണ്ടായിരുന്നില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി വളരെ ശക്തവും വ്യക്തിത്വവുമായ ഫുഡ് സ്റ്റെപ്പാണിപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ എ സിയുടെ കാര്യത്തിൽ വളരെ ശക്തമായ എ സി നമുക്ക് മുൻഭാഗത്ത് ഡ്രൈവർക്കും കോ പാസഞ്ചറും കിട്ടുന്നുണ്ട്. നേരത്തെ ഈ പിൻഭാഗത്തുള്ളവരെല്ലാം തണുത്ത് വന്നിട്ട് വേണമായിരുന്നു ഈ 2 പേർക്ക് അത് കിട്ടാൻ. പക്ഷേ ഇപ്പം വളരെ ശക്തമായ എ സി നമുക്ക് ഡാഷ്ബോർഡിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അതിന് ഹീറ്റിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തണുത്ത കാലാവസ്ഥ, ഞാൻ പറഞ്ഞില്ല ഇതെപ്പോഴും കൊടൈക്കനാലും അങ്ങനെയൊക്കെ ഓടുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചൂടായിരിക്കും വേണ്ടി വരും, അത് കിട്ടും. മറ്റൊരു പ്രശ്നമുള്ളത് ഈ പിൻഭാഗത്തേക്ക് മാത്രമേ എ സി ഉള്ളൊരു കാലഘട്ടത്തിൽ ഇവിടെ എപ്പോഴും മിസ്റ്റ് അടിക്കുമായിരുന്നു. അത് ഡ്രൈവർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു, എപ്പോഴും തുടക്കേണ്ടി വരുമായിരുന്നെങ്കിൽ ഇപ്പോൾ ആ ഒരു പ്രശ്നവും പരിഹരിച്ചിട്ടുണ്ട്. മീറ്റർ കൺസോളിലെ സ്വിച്ചുകളുടെ ഒന്നും ക്വാളിറ്റി ഒന്നും മോശമല്ല, എങ്കിലും മൊത്തത്തിൽ ഡാഷ്ബോർഡ് കുറച്ചുകൂടി ക്വാളിറ്റിയോളം എന്ന് നമുക്ക് തീർച്ചയായിട്ടും തോന്നും. പിന്നെ 2 ടൈപ്പ് ചാർജർ കൊടുത്തിരിക്കുന്നു. 12 വോൾട്ടിൻ്റെ മറ്റൊരു ചാർജർ ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ മുൻഭാഗത്ത് നമുക്ക് ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ചുകളും അത്തരം കാര്യങ്ങൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ബാറ്ററി കട്ട് ഓഫ് സ്വിച്ചിനെ പറ്റി ഞാൻ കഴിഞ്ഞോണം പറഞ്ഞിരുന്നു, അത് വെളിയിൽ കൊടുത്തിരുന്നു. ഇപ്പോൾ ഉൾഭാഗത്ത് ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നുണ്ട്, വളരെ എളുപ്പത്തിൽ നമുക്കത് ഓഫ് ചെയ്തിടാൻ സാധിക്കും. പിന്നെ സീറ്റിംഗ് പൊസിഷൻ, അതൊക്കെയാണല്ലോ ഈ വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത്. അതൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഏതായാലും സ്റ്റിയറിംഗിൽ കൺട്രോളുകളോ അത്തരം പരിപാടികളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. വളരെ സാധാ മറ്റൊരു സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നു. എന്തായാലും ഡ്രൈവർക്കും മുൻഭാഗത്ത് പാസഞ്ചർക്കും കോ പാസഞ്ചർക്കും എല്ലാം തന്നെ ഈ ഒരു 1 ടച്ച് പവർ വിൻഡോ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്ന സംഭവം ഈ വാഹനത്തെ സംബന്ധിച്ചില്ല. ഇവിടെ വലിയൊരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ വിസിബിലിറ്റിയെ കട്ട് ചെയ്യുന്നില്ല. അതൊരു നല്ല സംഭവമാണ്. പിന്നെ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും പാനൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ക്വാളിറ്റി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പിൻഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ സീറ്റിൻ്റെ ക്വാളിറ്റി തകർപ്പനാക്കിയിട്ടുണ്ട്. ഈ 25 സീറ്ററിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. 12 സീറ്ററിൽ പുഷ് ബാക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇതിലിപ്പോൾ ഈ ഒരു സീറ്റ് തന്നെ വളരെ ക്വാളിറ്റി ഉള്ളതാണ്. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ്. ദീർഘദൂരമൊക്കെ യാത്ര ചെയ്യേണ്ട ഒരാളാണ്, വേളാങ്കണ്ണിക്കൊക്കെ നമുക്ക് പോകേണ്ടതില്ല. അപ്പോൾ അതിനുള്ള തൈ സപ്പോർട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. തന്നെ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു ഹാൻഡ് റെസ്റ്റും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ സുഖമായിട്ടിരിക്കാം. അപ്പോൾ ഫുൾ ഒരു പനോരമിക് ഒരു വ്യൂവും കിട്ടും. അതോടൊപ്പം തന്നെ കൈ സുഖമായിട്ട് വെച്ചിരിക്കാം. നല്ല ഈ ഒരു തൈ സപ്പോർട്ടും അത്തരം കാര്യങ്ങളെല്ലാം വളരെ മുന്നിലാണ്. പിന്നെ മുൻഭാഗത്ത് മോശമല്ലാത്ത ഒരു ലെഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഈ ഒരു വാഹനത്തിലൊക്കെ അതിക്കുള്ള നമ്മൾ പ്രതീക്ഷിക്കുന്നത് തെറ്റാണല്ലോ. അത് ചിന്തിക്കുന്നതിനും പ്രതീക്ഷിക്കുന്നതിനും ഒക്കെ ഒരു പരിധി വേണ്ടേ ചോദിച്ച പോലെയാണ് നമ്മൾ ഇതിൻ്റെ കാര്യത്തിൽ. പിന്നെ മൊത്തത്തിലുള്ള ഈ ഒരു മേൽഭാഗത്ത് ഈ കാണുന്ന റൂഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നിലവാരം തീർച്ചയായിട്ടും വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഈ അർബേനിയ എന്ന് പറയുന്ന പുതിയ വാഹനം വന്നപ്പോൾ വന്ന മാറ്റങ്ങളാണ്. എ സിയുടെ വിശാലമായ ബെൻഡാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു എന്താ പറയുക ലഗേജ് സ്പേസ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം സ്പേസ് ഉണ്ടെന്ന് മാത്രമല്ല ഇതുമൊക്കെ നല്ല തകർപ്പ് നിലവാരം, അത് തീർച്ചയായിട്ടും എടുത്തു പറയണം. ലൈറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അർബേനിയയുടെ തന്നെയാണ് ഇതിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്, അതും കൊള്ളാം. പിന്നെ സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് 2 ചാർജിങ് പോയിൻറ്റുകൾ നമുക്ക് അവിടെയും കാണാവുന്നതാണ്. അതും തീർച്ചയായിട്ടും ദീർഘദൂര യാത്രകളിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. അപ്പോൾ എന്തായാലും സ്പേസ് ആയാലും നിർമ്മാണ നിലവാരമായാലും എല്ലാം വർദ്ധിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇതിൻ്റെ വില ഇപ്പോൾ ഒന്ന് കൂടി. 25.5 ലക്ഷം രൂപയാണ് ഇതിന് ഓൺ റോഡ് വരുന്ന വില എന്ന് പറയുന്നത്. 25 ലക്ഷം രൂപയും കൂടുതലല്ല കേട്ടോ. ശരിക്കും ഞാൻ പറയല്ലോ, ഒരു ബസ്സായിട്ട് പ്രഖ്യാപിക്കാവുന്ന സംഭവം തന്നെയാണ്. അത്രയും സ്പേസൊക്കെ ഉള്ളതുകൊണ്ട് അത് കൂടുതലാണെന്ന് പറയാനാവില്ല. പക്ഷേ ഈ 12 സീറ്ററിന് പോലും ഉണ്ട് 21 ലക്ഷം രൂപ. അങ്ങനെ വരുമ്പോൾ ഇത് ഒട്ടും തന്നെ കൂടുതലല്ല. അപ്പോൾ സ്പേസ് ആയാലും മോശമല്ല, അതുപോലെ തന്നെ നിർമ്മാണ നിലവാരവും മോശമല്ലാത്ത അവസ്ഥയിലേക്ക് വർഷങ്ങൾ കൊണ്ടാണെങ്കിലും ഈ ഒരു വാഹനം മാറിയിട്ടുണ്ട്. പക്ഷേ ത്രേതായുഗത്തിലെ എഞ്ചിൻ ഇപ്പോഴും നിലനിർത്തിയിരിക്കുകയാണ്. അറിയാമല്ലോ, ത്രേതായുഗത്തിൽ പണ്ട് ശ്രീരാമൻ്റെ കാലത്തുള്ള ആ ഒരു ബെൻസിൻ്റെ എഞ്ചിൻ ഇപ്പോഴും മാറ്റങ്ങളോടുകൂടി ഇങ്ങനെ മാറ്റി കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും അത് മോശം ഒരവസ്ഥയിലാണെന്ന് പറയാനാവില്ല. അത് തന്നെയുമല്ല, ഒരു എഞ്ചിൻ ഡെവലപ്പ് എടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമില്ല. അപ്പം ബെൻസിൻ്റെ ആ ഒരു എഞ്ചിൻ അവരുടേതായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ 12 സീറ്റർ അവിടെ എത്തിക്കഴിഞ്ഞു നമ്മളെ കാത്ത്. ഇനി നമുക്ക് 12 സീറ്ററിൻ്റെ കാഴ്ചകൾ കാണാം. അതിലാണ് പുഷ് ബാക്ക് സീറ്റ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് 12 സീറ്റർ നമ്മളെ തേടി എത്തിയിട്ടുണ്ട്. 12 സീറ്റർ കാണാൻ കുറച്ചൊരു ക്യൂട്ടാണ്. ക്യൂട്ടെന്ന് മാത്രമല്ല, അത് ഓടി വരുന്ന കാണുമ്പോൾ തന്നെ ഒരു ചെറിയ ഒരു SUV ഒക്കെ ഓടി വരുന്നൊരു ഫീലാണ്. നല്ല ഭംഗിയായിട്ടുണ്ട് കാഴ്ചയിലായാലും. അതുപോലെ തന്നെ ഇൻറ്റീരിയറും നല്ല കിടിലൻ എന്നാണ് വിളിക്കേണ്ടത്. മുൻഭാഗത്തൊന്നും മാറ്റമൊന്നുമില്ല. അത് വീതി കൂടിയ ഒരു മുൻഭാഗം, ഇത് വീതി കുറഞ്ഞ മുൻഭാഗം.
എന്നല്ലാതെ മറ്റ് മാറ്റങ്ങളൊന്നുമില്ല. ബാക്കി എലമെൻറ്റ്സ് എല്ലാം ഒരുപോലെ തന്നെ കൊടുത്തിരിക്കുന്നത്. ഡാറ്റ റണ്ണിങ് ലാമ്പ് അതിനെപ്പറ്റി ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, അതുമൊക്കെ LED ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. മുൻഭാഗത്ത് ഈവൻ ഈ ഒരു ബോണറ്റിൻ്റെ വലിപ്പം പോലും ഒരേപോലെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെ ഫോഗ് ലാമ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുമുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ വ്യത്യാസം ഒരു ടയർ അപ്രത്യക്ഷമായെന്ന് മാത്രമേ ഉള്ളൂ പിൻഭാഗത്ത്, ബാക്കിയും സൈഡ് പ്രൊഫൈൽ ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഗ്ലാസ് ഏരിയ എന്ന് പറയുന്നത് കുറവാണ് അതിന് കമ്പയർഡ് ടു ദിസ്. കാരണം ഇത് 25 സീറ്ററാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്ലാസ് ഏരിയയുടെ കുറവ് മാത്രമേ നമുക്കിവിടെ തോന്നുകയുള്ളൂ. മുൻഭാഗത്ത് പക്ഷേ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത എമർജൻസി എക്സിറ്റ് ആയിട്ടാണത് കൊടുത്തിരിക്കുന്നത്. ഹാമറൊക്കെ കൊടുത്തിട്ടുണ്ട്, അടിച്ച് പൊട്ടിച്ച് വേണമെങ്കിൽ വെളിയിറങ്ങാൻ വേണ്ടി. പിൻഭാഗവും ഏതാണ്ട് രൂപത്തിൽ ഒന്ന് തന്നെയാണ്. ടെയിൽ ലാമ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഡിസൈനൊക്കെ ഒന്ന് തന്നെ. ഇവിടെ ആകെ ഒരു വ്യത്യാസം എന്ന് നമുക്ക് പറയാവുന്നത് ഒരു സൈഡിൽ സിംഗിൾ സീറ്റാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഇതൊന്ന് തുറക്കാനുള്ള സംവിധാനം നോക്കട്ടെ. യെസ്, ഇൻറ്റീരിയറിൻ്റെ എന്നെ വീണ്ടും അത്ഭുതപ്പെടുന്ന കാര്യം ഇതിൻ്റെ വിനയലിൻ്റെ ക്വാളിറ്റി കേട്ടോ. ഈ ഒരു ഫ്ലോറിലെ വിനയലിൻ്റെ ക്വാളിറ്റി തീർച്ചയായിട്ടും ഗംഭീരമാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. നേരത്തെ നമ്മളിത് വാഹനം ആയ ശേഷം വിനയൽ ഫ്ലോർ ചെയ്യണമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് വേണ്ട, ബിൽറ്റിനായിട്ട് വന്നിരിക്കുന്നത് തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ കാണാം. സാധാരണ ഇതിൽ നമ്മൾ ഈ 25 സീറ്ററായാലും 12 സീറ്ററായാലും ഉൾഭാഗത്ത് കയറുമ്പോൾ ഒരേ ക്വാളിറ്റിയാണ് ഫീൽ ചെയ്യേണ്ടത്. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള ഇൻറ്റീരിയർ ഉണ്ടെന്നുള്ളതാണ്. അത് കാരണമായിട്ടും എനിക്ക് തോന്നുന്നൊരു കാര്യം, അത് 20 ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ്, 25 ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് ഇടുന്നത്, ഇതിന് 21 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ ഈ സീറ്റിൻ്റെ എണ്ണത്തിൽ ഏതാണ്ട് എത്ര സീറ്റ് കുറവുണ്ട്? 14 സീറ്റ് അല്ലല്ലേ, 13 സീറ്റ്. 13 സീറ്റ് കുറവുണ്ടെങ്കിൽ ഇതിന് വിലയിൽ 2-3 ലക്ഷം രൂപ വ്യത്യാസമുള്ളൂ. അപ്പം ആ ഒരു കാര്യം ഇതിൻ്റെ ക്വാളിറ്റി കാണാനുണ്ട്. അതെനിക്ക് തോന്നുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്നാലും മുൻഭാഗത്ത് നമ്മളവിടെ കണ്ട അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ചാർജേഴ്സ് ആയാലും അതുപോലെ തന്നെ മുന്നിലും ഡാഷ്ബോർഡിലെ AC അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലിലും ഒന്നിലും മാറ്റമില്ല. ഈ മീറ്റർ കൺസോളിൽ അത്യാവശ്യം വേണ്ട വിവരങ്ങൾ മാത്രം കൊടുത്തിരിക്കുന്ന ആ കൺസോൾ, അതിലൊന്നും മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല. അപ്പോൾ പ്രധാന മാറ്റം എന്ന് പറയുന്നത് ഇതാണ്, പുഷ് ബാക്ക് സീറ്റ് വന്നു എന്നുള്ളത്. പുഷ് ബാക്ക് എന്ന് വെച്ചാൽ അങ്ങ് അറ്റം വരെ ഒന്നും പോകില്ല, പക്ഷേ തരക്കേടില്ലാത്ത രീതിയിൽ ബാക്കിലേക്ക് സ്ലാൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അതോടൊപ്പം തന്നെ നല്ലൊരു ആംറസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ആംറസ്റ്റ് സുഖമായിട്ട് കൈവച്ചിരിക്കാം. പിൻഭാഗത്തേക്കുള്ള AC ഓൺ ചെയ്യട്ടെ. AC ആണ്, വളരെ ഗംഭീരമായ AC പിൻഭാഗത്തേക്കുണ്ട്. മറ്റൊരു കാര്യമുള്ള 25 സീറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ, ഇവിടെ നമ്മളിരിക്കുമ്പോൾ കുറച്ചുകൂടി കാല് വയ്ക്കാൻ സ്പേസ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാനലിൽ. അത് കാരണം നമുക്ക് കുറച്ചുകൂടി കാല് ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം നല്ല ആംറസ്റ്റും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെയും നിങ്ങൾ കാണുന്നുണ്ടാവും 2 ചാർജിങ് പോയിൻറ്റുകൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കാറുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല. പക്ഷേ ഇതൊക്കെ ഈ ട്രാവലറിനെ സംബന്ധിച്ച് വലിയ സംഭവങ്ങളാണ്. കാരണം ഇത്രയും കാലമായിട്ട് ഇതൊന്നും കൊടുക്കാതെ കൊണ്ടുനടക്കായിരുന്നു. അതല്ല ഇപ്പോൾ വന്നു എന്നുള്ളതാണ് പറയേണ്ടത്. എന്തായാലും ഒരു സൈഡ് മുഴുവൻ സിംഗിൾ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡ് 2 സീറ്റ് കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ മറ്റു പ്രത്യേകത, ഇതിന് ലഗേജ് ക്യാരിയർ ഇല്ല എന്നുള്ള കാര്യമാണ്. കാരണം ഇതിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ നമുക്ക് ലഗേജ് വെക്കാൻ ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയായിരിക്കും അത് ഉപേക്ഷിച്ചത്. അല്ലെങ്കിൽ അത് എക്സ്ട്രാ ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്കറിയില്ല, നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എന്തായാലും സീറ്റിൻ്റെ കുഷനിങ് ആയാലും സീറ്റിൻ്റെ കളേഴ്സും എല്ലാം തന്നെ നമ്മൾ 25 സീറ്റർ കണ്ടത് തന്നെയാണ്. ഇത് കുറച്ചുകൂടെ ലാവിഷാണ്. പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള ഒരാൾക്ക്, ഇത്ര ഹൈറ്റുള്ള ഒരാൾക്ക് സുഖമായിട്ട് നിൽക്കാൻ സാധിക്കും. എങ്കിലും ഹെഡ് സ്പേസ് മോശമല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പം പണ്ട് ഇതൊക്കെ ഒരു പ്രശ്നമായിരുന്നു. ഇങ്ങനെയായിരുന്നു ഇറങ്ങിക്കൊണ്ടിരുന്നെങ്കിൽ പിന്നെ അതൊന്നും വേണ്ട, നിവർന്ന് നിന്ന് തന്നെയാണ് നമ്മൾ ഇറങ്ങേണ്ടത്. പിൻഭാഗത്തേക്ക് AC വെൻറ്റുകൾ അതും റൂഫിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. ഇതെനിക്ക് ശരിക്കും പറഞ്ഞാൽ കാരണം വാങ്ങിക്കണം എന്ന് പോലും തോന്നുന്ന ഒരു രസമുണ്ട്. പക്ഷേ വീട്ടിൽ കുടുംബ അംഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വാങ്ങിക്കേണ്ട കാര്യമില്ല. എങ്കിൽ പോലും തോന്നൽ നമുക്കൊന്ന് വാങ്ങിക്കാൻ തോന്നുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിലാണ് ഏറ്റവും കൂടുതൽ എന്താ കണ്ടത്, ഇൻറ്റീരിയർ രൂപമാറ്റം വരുത്തുന്ന ഈ ഒരു 12 സീറ്ററല്ല. ഞാനിപ്പോൾ എന്നെ ഈ വാഹനം കൊണ്ട് വന്ന നമ്മുടെ സുഹൃത്ത് പറയായിരുന്നു, ഇവിടെ തന്നെയുള്ള ഒരു ട്രാവൽസ്, അവർക്ക് ധാരാളം ട്രാവലേഴ്സ് ഉണ്ട്. അതിലെല്ലാം 10-15 ലക്ഷം രൂപ കൊടുത്താണ് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. പുഷ് ബാക്ക് സീറ്റും അതുപോലെ ഇൻറ്റീരിയറിൽ ഈ ഒരു റൂഫ് എല്ലാം മാറ്റിമറിച്ച് വളരെ കാര്യമായില്ല അവരൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നിലത്തൊടാത്ത ഓട്ടമാണെന്ന് പറയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വരെ പോകാൻ വേണ്ടി അന്വേഷിച്ചപ്പോഴേക്ക് 28,000 രൂപയാണ് തിരുവനന്തപുരം വരെ പോയി വരാൻ കൊച്ചിയിൽ നിന്നും. പക്ഷേ ഇതിൻ്റെ ഒരു വണ്ടിയില്ല, എല്ലാ വണ്ടികളും ഓട്ടം പോയിരിക്കുകയാണ്. അത്ര അധികം ആൾക്കാർക്ക് ഇപ്പോൾ താല്പര്യമുണ്ട് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ. എങ്കിൽ പോലും ഒരു മ്യൂസിക് സിസ്റ്റം കൊടുക്കാമായിരുന്നു.
ഇതിനൊക്കെ എന്ത് ചിലവ് വരും? ഈ 21 ലക്ഷം രൂപയൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു 10,000 രൂപയുടെ മ്യൂസിക് സിസ്റ്റമൊക്കെ വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. പക്ഷേ ഇതൊക്കെ വാങ്ങിക്കുന്നവരെല്ലാവരും വളരെ ഹൈ എൻഡ് മ്യൂസിക് സിസ്റ്റമൊക്കെയാണ് ഫിറ്റ് എന്നുള്ളത് കൊണ്ടായിരിക്കാം കമ്പനി അത്തരത്തിലുള്ള പരിപാടിക്കൊന്നും പോകാത്തത്. എന്തായാലും ഇവിടെ മറ്റൊരു കാര്യം നിങ്ങൾ കണ്ടതായിരിക്കും, ഇവിടെ ഒരു പാസഞ്ചർ സീറ്റ് ഇല്ല മുൻഭാഗത്ത്. അതുകൊണ്ട് കയറാനും ഇറങ്ങാനും വളരെ എളുപ്പമാണ്. 12 സീറ്റല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്തായാലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് ഇനി തല ഉയർത്തി നിൽക്കാവുന്നൊരു ക്വാളിറ്റി തീർച്ചയായിട്ടും ഇപ്പോൾ ട്രാവലർ തരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ക്വാളിറ്റി നോക്കാം. ഇത് തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങൾ എത്രത്തോളം ക്വാളിറ്റി വന്നതായിരിക്കും. 2-3 ബോട്ടിൽ ഹോൾഡേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്പീക്കറിനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പീക്കർ വാങ്ങിച്ച് ഫിറ്റ് ചെയ്യാം. അപ്പോൾ രാവിലെ നമ്മൾ കൊടും വെയിലത്ത് വേർത്ത് കുളിച്ച് ഷൂട്ട് ചെയ്തതിന് ശേഷം വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെരുമഴയായി. ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ്റെയും മഴയുടെയും കാര്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും ഏതൊരവസ്ഥയിലും ഏതൊരു കാലാവസ്ഥയിലും നിങ്ങൾ കുളു മനാലി പോയാലും മൂന്നാറിൽ പോയാലും ഏറ്റവും ചൂടുള്ള ആലപ്പുഴ ബീച്ചിൽ പോയാലും എല്ലാം നമുക്ക് ഈ വാഹനം കാണാം. അപ്പോൾ ഇത് ഏതൊരു കാലാവസ്ഥയിലും ഓടിച്ച് ശീലിക്കേണ്ടതാണല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഏതാണ്ട് 10 ദിവസം മുമ്പ് നമ്മൾ ട്രാവലർ റെൻറ്റിൻ്റെ ഏറ്റവും പുതിയ മോഡൽ ഫസ്റ്റ് ടൈം നമ്മൾ ഡ്രൈവ് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനെപ്പറ്റിയും പറയാനുള്ളത്. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ അന്ന് ഷൂട്ട് ചെയ്ത വാഹനത്തെക്കാളും പിന്നീട് ഇന്ന് ഇതോടൊപ്പം കൊണ്ടുവന്ന 25 സീറ്റർ വാഹനത്തിനേക്കാളും ഒക്കെ വെയിറ്റ് കുറഞ്ഞൊരു വാഹനമാണ് ഇതെന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ സ്പോർട്ടിയാണ് ഓടിക്കുമ്പോൾ. കാരണം എഞ്ചിനിൽ മാറ്റമൊന്നുമില്ല. 115 BHP എഞ്ചിനാണ്, 2.6 ലിറ്റർ എഞ്ചിൻ. അത് പണ്ട് ബെൻസിൽ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞില്ല, ത്രേതായുഗ കാലത്ത്, അതായത് ശ്രീരാമനൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് മറ്റേ ഇവർ വാങ്ങിച്ച ബെൻസിൻ്റെ എഞ്ചിനാണ്. പക്ഷേ കാലികമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരുന്നു. ഒരു 4 സിലിണ്ടർ കോമൺ റെയിൽ എഞ്ചിനാണിത്. അപ്പോൾ അതിൽ മാറ്റങ്ങൾ വരുത്തുന്നതനുസരിച്ച് കുറച്ചുകൂടി റിഫൈൻഡായി വരുന്നുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എങ്കിൽ പോലും കുറച്ചുകൂടി ഒരു പവർ വേണമെന്ന് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട് ഇത് ഓടിക്കുമ്പോൾ. ഗിയർ ഷിഫ്റ്റൊക്കെ വളരെ സ്ലീക്കാണ്. അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞു വന്ന കാര്യം, ഈ ഒരു 115 BHP എഞ്ചിൻ ഇതിലേക്ക് വന്നപ്പോൾ, ഈ ചെറിയൊരു വാഹനത്തിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി പവർഫുള്ളായിട്ടും കുറച്ചുകൂടി സ്പോർട്ടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഓടിക്കുമ്പോൾ നമ്മൾ കൃത്യമായും എനിക്ക് തോന്നുന്നൊരു ഇന്നോവ ഓടിക്കുന്ന ഫീലാണ്. ആ തരത്തിൽ വളരെ ലൈറ്റായിട്ടുണ്ട് പിന്നെ കൺട്രോളിലെല്ലാം തന്നെ. പിന്നെ NBS ലെവലുകൾ, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത്, NBS ലെവലുകളിൽ കാര്യമായ മാറ്റം വരുത്തി. കൃത്യമായി സാങ്കേതികമായിട്ട് പറഞ്ഞാൽ 8 ഡെസിബൽ സൗണ്ട് ഉള്ളിലേക്ക് കുറച്ച് വരുന്ന രീതിയിലാക്കി എന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ പുറത്തെ സൗണ്ടുകളൊന്നും അധികമൊന്നും വരുന്നില്ല. AC-യുടെ ഈ ഒരു മൂളൽ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ കണ്ടോ എന്ത് ഈസിയാണ് ഗിയർ ഷിഫ്റ്റൊക്കെ, ഒരു വിരൽ സ്പർശം മതി. 5 സ്പീഡ് ഗിയർ ബോക്സാണ്, മാനുവൽ, അതൊക്കെ ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിനും നല്ലൊരു പൊസിഷനുണ്ട്. ഒട്ടും തന്നെ എന്താ പറയുക, ഓവർ സ്റ്റിയർ ഒന്നും ചെയ്ത് പോകാത്ത രീതിയിൽ ഒരു സുഖമുള്ള ഫീൽ തരുന്നുണ്ട്. വിസിബിലിറ്റി അപാരമാണ് ആ കാര്യത്തിലും. പിന്നെ സസ്പെൻഷൻ ഇതൊരു മോണോകോക്ക് ബോഡി ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പഴയതുപോലെ ഭീകരമായ രീതിയിലുള്ള ബോഡി റോളൊന്നുമില്ല. ആ മോണോകോക്ക് ബോഡിയുടേതായ ഒരു റിജിഡിറ്റി തീർച്ചയായിട്ടും ഉണ്ട്. കൂടാതെ സസ്പെൻഷനും നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ സ്നേഹിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് വാഹനം മാറ്റിയെടുത്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്, 170 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ റോഡുകൾക്ക് ചേരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ കഴിഞ്ഞ തവണ ഓടിച്ചപ്പോൾ പറഞ്ഞ പോലെ എനിക്കിത് കുറേ ദൂരം അങ്ങ് ഓടിച്ച് പോകാൻ തോന്നുന്നുണ്ട്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, യൂട്യൂബൊക്കെ നിന്ന് പോകുന്നൊരു കാലഘട്ടത്തിൽ ഞാൻ പാമ്പാടിയിൽ ഒരു ബൈജു ട്രാവൽസ് തുടങ്ങുന്നുള്ള കാര്യം. അത് എനിക്കിത് ഓടിക്കുമ്പോൾ ഒട്ടും ബോറടിക്കാത്ത ഒരു രീതി ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വീണ്ടും പറയാൻ തോന്നുന്നു. എനിക്കൊരു വാഹനം ഓടിക്കുമ്പോൾ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് AC, മറ്റൊന്ന് പാട്ട്. എന്നാൽ AC ഉണ്ട്, പാട്ട് എക്സ്ട്രാ വാങ്ങിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു SUV ഓടിക്കുന്ന അതേ ഫീൽ തന്നെയാണ് കിട്ടുക. പിന്നെ 4 വീലിലും ഡിസ്ക് ബ്രേക്ക് പോലുള്ള കാര്യങ്ങളെല്ലാം പുതുതായിട്ട് വന്നിരിക്കുന്നുണ്ട്. പണ്ട് ഇതിൻ്റെ പ്രധാന ഇഷ്യൂ എന്ന് പറയുന്നത് ബ്രേക്കിങ്ങിൻ്റെ ഇൻഎഫിഷ്യൻസി ആയിരുന്നു. അത് ഒത്തിരി അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം പക്കയാണ്. പിന്നെ നിർമ്മാണ നിലവാരം മോശമല്ല. അങ്ങനെ മൊത്തത്തിൽ സ്നേഹിച്ചു പോകുന്ന ഒരു വാഹനമാണ് ഏറ്റവും പുതിയ ഫോഴ്സ് ട്രാവലർ N.
ഇന്നെവിറ്റബിൾ എന്നും അതുപോലെ തന്നെ മാറ്റമില്ലാത്ത ഒന്നേ ഉള്ളൂ, അത് മാറ്റമാണ് എന്നൊക്കെയുള്ള പ്രകൃതി നിയമത്തെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത്രയും കാലമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫോഴ്സ് ട്രാവലർ. അതായത് കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്താൻ കമ്പനി തയ്യാറായിരുന്നില്ല. പക്ഷേ അർബേനിയ വന്നതോടുകൂടിയാണ് മൊത്തത്തിൽ ഈ ഒരു കമ്പനിയുടെ മുഖച്ഛായ തന്നെ മാറിയത്. അർബേനിയ വളരെ ഒരു വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റാണ്. അതോടൊപ്പം എത്തുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ട്രാവലർ എന്നിനെയൊക്കെ മാറ്റിയെടുത്തിരിക്കുന്നത്. എന്തായാലും എഞ്ചിനിൽ പോലും വലിയ മാറ്റങ്ങൾ വരുത്താതെ ഇത്രയും വർഷം ഇന്ത്യയുടെ പ്രിയപ്പെട്ട എന്ന് പറയുന്നത് ഇന്ത്യയുടെ കാരിയറായിട്ട് തുടരുകയായിരുന്നു ഫോഴ്സ് ട്രാവലറെങ്കിൽ ഇപ്പോൾ കുറേ കൂടി ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ വന്നിരിക്കുന്നു. ഇതുവരെയുള്ള ഫീഡ്ബാക്ക് എല്ലാം എടുത്ത് കുറേ കൂടി മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. കുറേ കൂടി നല്ല കാര്യമായ രീതിയിൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും നമ്മുടെ പ്രിയപ്പെട്ട വാഹനമായിട്ട് ദീർഘകാലം തുടരും ഫോഴ്സ് ട്രാവലർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മളിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജൂണിൻ്റെ അവസാന ഭാഗത്താണ്. ജൂലൈയിൽ അല്പം വില കൂടുന്നുണ്ട്. ഞാൻ ആ വില കൂടിയതോടെ കൂട്ടി വെച്ചിട്ടാണ് ഇപ്പോൾ 25, 21 എന്നൊക്കെ പറഞ്ഞത്. അത്രയൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അടുത്ത മാസം ആദ്യവും ഇത് അല്ലെങ്കിൽ ജൂലൈ ആദ്യവും ഇത് വാങ്ങിക്കുമ്പോഴുള്ള വില എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയാണ്. 12 സീറ്ററിലെടുത്ത് നല്ലപോലെ ഇൻറ്റീരിയറൊക്കെ പണിത് കഴിഞ്ഞാൽ ശരിക്കും ആസ് ഗുഡ് ആസ് എ SUV എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഉണ്ടല്ലോ, നന്ദി, ബൈ.